ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ടൂറിസം വകുപ്പിന് കീഴിലും ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് ലിമിറ്റഡിലും ട്രാവൻകൂർ ഷുഗർസ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിലും ഭവന നിർമ്മാണ ബോർഡിലും മത്സ്യഫെഡിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ്. വിവിധ തസ്തികകളിലായി ഒഴിവുകൾ വന്നിട്ടുണ്ട്. കേരള PSC വഴിയാണ് ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിന്റെ ഡീറ്റെയിൽസും നോക്കാം. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡിൽ താഴെ പറയുന്ന ഉദ്യോഗത്തിന് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഓൺലൈനിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വഴി അപേക്ഷകൾ ക്ഷണിക്കുന്നു. നിലവിൽ രജിസ്ട്രേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിലൂടെ അപേക്ഷിക്കാം. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് മത്സ്യഫെഡിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കാറ്റഗറി നമ്പർ വരുന്നത് 460/2025 ആണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ശമ്പളം 27,800 രൂപ മുതൽ 59,400 രൂപ വരെയാണ്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 മുതൽ 40 വയസ്സ് വരെയാണ്. ഉദ്യോഗാർത്ഥികൾ ജനുവരി 2, 1985 2007 ജനുവരി 1 ഇടയിൽ 2 തീയതികളും ഉൾപ്പെടെ ജനിച്ചവരായിരിക്കണം. മറ്റു പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ, പട്ടികജാതി, പട്ടികവർഗ വിഭാഗത്തിലുള്ളവർ എന്നിവർക്ക് നിയമാനുസൃതം അനുവദനീയമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള MCA അല്ലെങ്കിൽ BTech ID അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് വേണ്ടത്. അടുത്തത് കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. കാറ്റഗറി നമ്പർ വരുന്നത് 461/2025 ആണ്. ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ഓവർസിയർ സിവിൽ തസ്തികയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ശമ്പളം 26,500 രൂപ മുതൽ 56,700 രൂപ വരെയാണ്. ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. ഉദ്യോഗാർത്ഥികൾ ജനുവരി 2, 1989 2007 ജനുവരി 1 ഇടയിൽ 2 തീയതികളും ഉൾപ്പെടെ ജനിച്ചവരായിരിക്കണം. മറ്റു പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ, പട്ടികജാതി, പട്ടികവർഗ വിഭാഗത്തിലുള്ളവർ എന്നിവർക്ക് നിയമാനുസൃതം അനുവദനീയമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ SSLCയോ തത്തുല്യമായ പരീക്ഷയോ പാസ്സായിരിക്കണം. കൂടാതെ താഴെ പറയുന്ന യോഗ്യതകളിൽ ഏതെങ്കിലും ഒരു യോഗ്യത നേടിയിരിക്കണം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ നടത്തുന്ന സിവിൽ എഞ്ചിനീയറിംഗ് മെമ്പർഷിപ്പ് പരീക്ഷയുടെ A-യും B-യും സെക്ഷനുകൾ ജയിച്ചിരിക്കണം. കേരള സർക്കാരിന്റെ ത്രിവത്സര സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ സർക്കാർ അംഗീകരിച്ച തത്തുല്യമായ ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം. അടുത്തത് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. കാറ്റഗറി നമ്പർ വരുന്നത് 462/2025 ആണ്. ഓവർസിയർ ഗ്രേഡ് 1 സിവിൽ തസ്തികയിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ശമ്പളം 26,500 രൂപ മുതൽ 56,700 രൂപ വരെയാണ്. 2 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 19 മുതൽ 36 വയസ്സ് വരെയാണ്. ഉദ്യോഗാർത്ഥികൾ ജനുവരി 2, 1989 2006 ജനുവരി 1 ഇടയിൽ 2 തീയതികളും ഉൾപ്പെടെ ജനിച്ചവരായിരിക്കണം. മറ്റു പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ, പട്ടികജാതി, പട്ടികവർഗ വിഭാഗത്തിലുള്ളവർ എന്നിവർക്ക് നിയമാനുസൃതം അനുവദനീയമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും 3 വർഷത്തെ പഠനത്തിനു ശേഷം ലഭിച്ച സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതകളാണ്. അടുത്തത് ട്രാവൻകൂർ ഷുഗർസ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. കാറ്റഗറി നമ്പർ വരുന്നത് 463/2025 ആണ്. സൂപ്പർവൈസർ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ തസ്തികയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ശമ്പളം 18,290 രൂപ മുതൽ 32,500 രൂപ വരെയാണ്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. ഉദ്യോഗാർത്ഥികൾ ജനുവരി 2, 1989 2007 ജനുവരി 1 ഇടയിൽ 2 തീയതികളും ഉൾപ്പെടെ ജനിച്ചവരായിരിക്കണം. മറ്റു പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ, പട്ടികജാതി, പട്ടികവർഗ വിഭാഗത്തിലുള്ളവർ എന്നിവർക്ക് നിയമാനുസൃതം അനുവദനീയമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഏതെങ്കിലും ബിരുദമാണ്. അടുത്തത് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. കാറ്റഗറി നമ്പർ വരുന്നത് 466/2025 ആണ്. സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ശമ്പളം 12,900 രൂപ മുതൽ 29,220 രൂപ വരെയാണ്. 4 ഒഴിവാണ് വന്നിട്ടുള്ളത്. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. ഉദ്യോഗാർത്ഥികൾ ജനുവരി 2, 1989 2007 ജനുവരി 1 ഇടയിൽ
2 തീയതികളും ഉൾപ്പെടെ ജനിച്ചവരായിരിക്കണം. മറ്റു പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ, പട്ടികജാതി, പട്ടികവർഗ വിഭാഗത്തിലുള്ളവർ എന്നിവർക്ക് നിയമാനുസൃതം അനുവദനീയമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. യാതൊരു കാരണവശാലും ഉയർന്ന പ്രായപരിധി 50 വയസ്സ് കവിയാൻ പാടില്ല. വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം. സൈനിക സേവനത്തിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ശാരീരിക അളവ്: ഉയരം 165 സെന്റിമീറ്ററും നെഞ്ചളവ് 80 സെന്റിമീറ്ററും, കുറഞ്ഞത് 5 സെന്റിമീറ്റർ വികാസം വേണം. അപ്പോൾ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapc.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷന് പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2025 ഡിസംബർ 31 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ്. ഇതിന്റെ വിശദമായ നോട്ടിഫിക്കേഷനും ഓൺലൈൻ അപേക്ഷാ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ നന്നായി വായിച്ചു നോക്കിയതിനു ശേഷം അപ്ലൈ ചെയ്യുക.